ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി കുറച്ച് ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കോയമ്പത്തൂർ വിശേഷങ്ങളാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ഞങ്ങൾ ഇനി മെയ് മാസം ഫുള്ള് കോയമ്പത്തൂരാണ് നിൽക്കുന്നത്. ഇത്രയും ദിവസം നമ്മൾ കൊട്ടാരക്കര എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ചേട്ടൻ്റെ സ്ഥലത്തേക്ക് ഒരു മാസം, മിന്നൂസിന് വെക്കേഷനാണല്ലോ, അപ്പോൾ ഇനി ഈ ഒരു മാസം നമ്മൾ കോയമ്പത്തൂരായിരിക്കും ഫുള്ള് സ്റ്റേ ചെയ്യുക. അപ്പം നമുക്ക് കുറച്ച് കോയമ്പത്തൂർ വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു 7 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് 7-7:30 ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ബോർഡർ റീച്ചായി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ A-B കയറി കഴിക്കാൻ വേണ്ടിയിട്ട്. മിന്നു പക്ഷെ കഴിച്ചില്ല. മിന്നുവിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ മിന്നുവിന് ഞങ്ങൾ പാഴ്സൽ വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. മിന്നുവിന് സ്കൂൾ അടയ്ക്കുന്ന വെക്കേഷൻ ടൈമിൽ മാക്സിമം എല്ലാ വർഷവും ഞങ്ങൾ കോയമ്പത്തൂർ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം ആക്ച്വലി കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. കാരണം നമ്മൾ ആദ്യത്തെ ഒരു മാസം കംപ്ലീറ്റ്ലി കൊട്ടാരക്കരയും ആറന്മുളയൊക്കെ ആയതുകൊണ്ട് പിന്നെ മെയ് മാസത്തിലാണ്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലോട്ടാണ് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ വീടിൻ്റെ മീൻസ് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മെയ് 1 മുതലായിരുന്നു നമുക്ക് ഈ വീട്ടിലേക്ക് കയറേണ്ടത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വരാൻ ഇത്തിരി ഈ വർഷം ലേറ്റായിപ്പോയി. നമ്മുടെ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു, കുറച്ച് ബേസിക് ഐറ്റംസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡെന്നീസിൽ പോയി. ഇഷ്ടംപോലെ കളക്ഷനുണ്ട് അവിടെ. എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെ ഇഷ്ടം പോലെ സാധനമാണ്. അപ്പോൾ കുറേ നേരം അവിടെ അത്യാവശ്യം വേണ്ടുന്നതൊക്കെ വാങ്ങി. ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞപ്പം നന്നേ ലേറ്റായി. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പം സീതാപ്പനി അവിടെ കോയമ്പത്തൂർ വൺ ഓഫ് ദ ഫേമസ് ഹോട്ടലാണ്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. അതിനുശേഷം വരുന്ന വഴിയിൽ ഈ ആദായ വിൽപ്പന ഉണ്ടല്ലോ, നമ്മുടെ ബോർഡറിൽ ഫുള്ള് നമുക്ക് ആദായ വിൽപ്പനയിൽ സാധനങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ 1 കിലോ തുണിക്ക് ഇത്ര രൂപ, അങ്ങനെ കിലോ കണക്കിനാണ് തുണി വിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മിന്നുവിന് വേണ്ടിയിട്ട് കുറേ വീട്ടിലിടുന്ന ഡ്രസ്സ് വാങ്ങണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി മിന്നുവിന് അത്യാവശ്യം വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സ് നോക്കി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോരുന്നു. ഇനി പുതിയ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.